ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 ഡിസംബർ 29 തിങ്കളാഴ്ച. 2 ദിവസം മുമ്പ് ഡിസംബർ 27 തിരുപ്പട്ടം പാലായിൽ സെൻറ്റ് വിൻസെൻറ്റിൽ വെച്ച് സ്വീകരിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആൻവിൻ സണ്ണി കിഴക്കേത്തോട്ടത്തിൻ്റെ പുത്തൻ കുർബാനയുടെ അർപ്പണം ഇന്ന് സേക്രഡ് ഹാർട്ട് ചർച്ച് മണിയംകുന്നിൽ വെച്ച് 10:30 ആരംഭിക്കുന്നതാണ്. ആൻവിൻ സണ്ണി ജനിച്ച ഭവനമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഈ ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. ഈ ഭവനത്തിൽ നിന്ന് കിട്ടിയ നന്മകളുടെ പ്രകാശം കൊണ്ട് അദ്ദേഹത്തിന് ഒരു വൈദികനാകാൻ സാധിച്ചു. ഈ കുടുംബത്തിലെ അംഗങ്ങളായ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ റോസ് മേരി, അമ്മയായ ജോളി സണ്ണി, അപ്പൻ സണ്ണി ജോസഫ് എന്നിവരിൽ നിന്ന് ജയിച്ച നല്ല ശിക്ഷണവും അതുപോലെ ഈ സ്കൂളിൽ ഇവിടുത്തെ പള്ളി ബന്ധുമിത്രാദികൾ എന്നിവർക്കെല്ലാം ജയിച്ച പ്രത്യേകമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളുമാണ് അദ്ദേഹത്തെ ഒരു വൈദികനാക്കാൻ സഹായിച്ചത്. ഇപ്പോൾ സമയം 10:15 കഴിഞ്ഞു. സമർപ്പണത്തിനുള്ള സമയമാകുന്നു. ഇനി നമുക്ക് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാം. ദൈവകൃപയാൽ പൗരോഹിത്യം സ്വീകരിച്ച് എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുവാൻ വിശ്വാസത്തിൽ എന്നെ വളർത്തിയ എൻ്റെ ഈ ഇടവക ദേവാലയത്തിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ഈ ജീവിതയാത്രയിൽ താങ്ങായ തണലായ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും എന്നോട് ചേർന്ന് നിന്ന നിങ്ങളെ എല്ലാവരെയും വളരെ പ്രത്യേകമായി എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഗുരുഭൂതരെയും സ്നേഹിതരെയും ഉപകാരികളെയും മൺമറഞ്ഞു പോയവരെയും എന്നോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള എല്ലാവരെയും ഈ ഇടവക സമൂഹത്തെ മുഴുവനെയും ഓർക്കുകയും നിങ്ങൾ ഏവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഞാൻ ആരംഭിക്കുന്ന ഈ പൗരോഹിത്യ ജീവിതം അതിൻ്റെ പൂർത്തിയിൽ ജീവിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് ഒരുമയോടെ ഒരു മനസ്സോടെ ഈ ദിവ്യബലി അർപ്പിക്കാം.
പ്രാർത്ഥിക്കാൻ സമാധാനമോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിൽ നിന്ന് ശ്രദ്ധയോടെ അറിയിച്ചുകൊണ്ടിരിക്കുക. എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധജനമാണ്. തുടർന്ന് അവൻ പറഞ്ഞു, ഞാൻ നിന്റെ പിതാവിന്റെ ദൈവമാണ്. 1:10 ദൈവം അനുഗ്രഹിക്കട്ടെ. നാഥനായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, കാരണം അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പീഡിതരെ സദ്വാർത്ത അറിയിക്കുവാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം. ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവരോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്നത് പോലെ, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഈ ലോക ജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു. പുത്രനായിട്ടും സഹിച്ചവയിലൂടെ
അവൻ അനുസരണം പഠിച്ചു. പരിപൂർണനാക്കപ്പെട്ട അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായി തീർന്നു. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അമ്മായി അച്ഛൻ പറഞ്ഞു, ഇത് നന്ദിയുടെ ഒരു ബലിയാണ്. കഴിഞ്ഞ 27-ാം തീയതി അഭിവന്യ മാർ ജോസഫ് കൊല്ലപ്പറമ്പിൽ പിതാവിൽ നിന്നും കയ്യൊപ്പ് ശുശ്രൂഷ വഴി വൈദികനാൽ അഭിഷേകം ചെയ്യപ്പെട്ട നമുക്ക് ദൈവസ്വഭാവത്തിലംഗമായ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ യഥാർത്ഥ പൗരത്വത്തിന്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷാനുഭവാകാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ കാരണീയത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവലം ഞങ്ങൾ ഇതാക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാവുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവനിടത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയുടെ ശ്രദ്ധയോടെ കൂടെ വിശുദ്ധരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയാതെയല്ല അവനോട് പറഞ്ഞു, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? ഈശോ പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും നിങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസമർപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രമിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. ാണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധരുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ വർണ്ണനത്താകളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശുദ്ധരുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനെ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യട്ടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ സമാധാനം നൽകുവിൻ. ഈ സ്വർഗീയങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച്
ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഇപ്പോഴും എപ്പോഴും. ജനങ്ങളെല്ലാവരും കൈമുത്താനായിട്ട് 2 നിരകളായിട്ട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാണ്ട് ഭക്ഷണം കഴിഞ്ഞോ? കിട്ടിയോ? അവരെ കണ്ടോ അവരെ? ഞാൻ ഒരു നേരം കഴിച്ചിറങ്ങിക്കോളാം. നിങ്ങൾ പോവാണോ? ഞാൻ പറയാൻ നോക്കാം. ആയിക്കോട്ടെ. ഹലോ, പിടിച്ചോണ്ടിരിക്കുക.
സ്റ്റേജ് ഇട്ടിട്ടുണ്ടല്ലോ അവിടെ അന്നേരം നമുക്ക് കൊടുക്കാം. ആ എന്നാണ്ട് ആ സാപ്പാട് കഴിച്ചോ? കയറാവുന്നവരൊക്കെ അതുകൊണ്ട് മുകളിലോട്ടും കയറി അല്ലേ? ഇവിടെ ഇറക്കൊന്നുമില്ലോ. ആ എന്നാണ്ട് മിനി വീഡിയോ എല്ലാവരെയും ഒന്നും എടുത്തേക്കാം നിങ്ങൾ. ആ അത് ശരി. ആ വന്നില്ലെന്നാരും കംപ്ലൈന്റ് പറയാമല്ലോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അതെ അതെ കഴിക്കുന്ന കണ്ടില്ലെന്നാരും പറയല്ലോ. നിങ്ങൾ ലിസ്റ്റിപ്പെടുത്തുക എല്ലാവരെയും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തണ്ണി പറയും എടാ കുര്യാപ്പി ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ എടുത്തില്ലെന്ന് പറയല്ലേ. എല്ലാവരെയും എടുത്തേക്കാം. നോക്കട്ടെ മക്കളെ, ഞാൻ താഴോട്ട് പോവാ കേട്ടോ. താഴോട്ട് പോവാ. കാലിയായി പോയോ? ഒന്നുകൂടെ പോയിട്ട് കുറച്ചൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. എല്ലാം പിടിക്കണം. നമ്മുടെ കുടുംബക്കാരുടെ ഗ്രൂപ്പിലുണ്ട്. ആ ജോർജ് നടക്കട്ടെ. കാണുന്നുണ്ട് കണ്ടോട്ടെ. ആ എന്നാണ് സിസ്റ്ററെ പേര് വിളിക്കാൻ? സിസ്റ്ററെ എല്ലാവർക്കും അറിയാം അല്ലേ? ഹാപ്പിയാണെന്നൊരു സന്തോഷം. പോക്കോ യു ക്യാൻ ഗോ. കൊളേറ്റ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നു. കഴിച്ചു മുത്തല്ലേ. ആ അല്ലേ എല്ലാരെയും പിടിച്ച് കൊടുത്തേക്കാം. ക്യാമറയിലോട്ട് ഇട്ട് കൊടുത്താലേ പരിപാടി കഴിഞ്ഞല്ലോ. വിജയിച്ചാ ഞാൻ കറങ്ങി എടുത്തിട്ട് വരാം. എല്ലാരും ഒന്ന് കേട്ടട്ടെ. ഞാൻ കണ്ടായിരുന്നു. ആണോ? കൃത്യം 10:30 ആരംഭിച്ച പുത്തൻ കുർബാന 12 മണിയോടുകൂടി അവസാനിച്ചതിന് ശേഷം
ഫാദർ ആൻവിൻ സണ്ണിയുടെ സഹോദരി റോസ് മെരിയുടെ ബിട്രോത്തൽ ചങ്ങനാശ്ശേരി പാലത്ര കുടുംബാംഗം തോമസുമായി ഫാദർ ആൻവിൻ സണ്ണിയുടെ മുഖ്യ കാർമ്മികത്തിൽ ഉടൻ തന്നെ നടക്കുകയുണ്ടായി. അതിനുശേഷം കൈമുത്തി ചടങ്ങും ഭക്ഷണവും കഴിച്ചു. പിന്നീട് സ്റ്റേജിൽ അറേഞ്ച് ചെയ്ത ബിട്രോത്തലിൻ്റെ ഭാഗമായുള്ള കേക്ക് കട്ടിങ്ങും ഫോട്ടോഗ്രാഫിയും നടന്നു. അതിനുശേഷം ഫാദർ ആൻവിൻ സണ്ണിക്ക് കിഴക്കേത്തോട്ടം കുടുംബയോഗം വകയായി ഒരു സമ്മാനം സ്റ്റേജിൽ വെച്ച് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി സമ്മാനിക്കുകയുണ്ടായി. ഫാദർ ആൻവിൻ സണ്ണിക്കും റോസ്മെരിക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കിഴക്കേത്തോട്ടം കുടുംബയോഗത്തിൻ്റെ വകയായും പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ പ്രത്യേകമായ നിലയിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ പൂഞ്ഞാർ കുര്യൻ.